ശരിക്കും ഇവർ തമ്മിൽ യുദ്ധമുണ്ടായാൽ ആരു ജയിക്കും? അതറിയാൻ ഇത്തിരി കാലം പിറകോട്ടു പോകണം. ചരിത്രബോധമൊക്കെ ആവാമല്ലോ. പണ്ട് റോമാ ചക്രവർത്തിമാർക്കുൾപ്പെടെയുള്ളവർക്ക് ഒരു ഹോബിയായിരുന്നു ആഫ്രിക്കൻ ലയണിനെയും ബംഗാൾ ടൈഗറിനെയും തമ്മിൽ പോരടിപ്പിക്കുക. മത്സരം ശക്തരായ രണ്ട് പ്രതിയോഗികൾ തമ്മിലാണെങ്കിൽ ഹരം കൂടുമല്ലോ. മിക്കവാറും ഈ മത്സരങ്ങളിലെല്ലാം കടുവകൾ സിംഹത്തെ കൊന്നുകളയുകയാണ് പതിവ്. എന്താണ് കാരണം? നമ്മുടെ സിംഹം ആനയെ വരെ കൊല്ലുന്നയാളാണല്ലോ. കാട്ടുപോത്തും കാണ്ടാമൃഗവുമെല്ലാം സിംഹത്തിന് ഒരു പ്രതിയോഗിയെയല്ല. പിന്നെ എന്താണ് ഈ കടുവയ്ക്ക് മുന്നിൽ തോറ്റു തൊപ്പിയിടുന്നത് എന്നാണോ ലയൺ ഫാൻസിന്റെ സംശയം? സിംഹങ്ങൾ ഈ കണ്ട സാഹസങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് സംഘബലത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രൈഡാണ് ഇരകളെ വീഴ്ത്തുന്നത്. നായകനെപ്പോലെ ഒരു സിംഹം സംഘത്തെ മുന്നിൽ നിന്ന് നയിക്കും, ഇരകളെ വീഴ്ത്തും. എന്നാൽ ദ റിയൽ ഹീറോയുടെ ഉദയം ദാ ഇവിടെയാണ്. കടുവകളും ഈ കണ്ട ജീവികളെയെല്ലാം തട്ടും, പക്ഷേ കൂട്ടമായല്ല, ഒറ്റയ്ക്ക്. തെലുഗു സിനിമകളിൽ നായകൻ ഒരു കൂട്ടം വില്ലന്മാരെ ഒറ്റയ്ക്ക് അടിച്ചിടുന്നത് പോലെ ഒറ്റയ്ക്കാണ് പോരാട്ടവും വീര്യവും. അതായത് സംഘബലത്തിൽ ലീഡറായി സിംഹം വിലസുമ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ് കടുവകൾ. ശാരീരികമായ ശക്തി രണ്ടിനും രണ്ടു തരത്തിലായതിനാൽ ആരു ജയിക്കും എന്നത് സാഹചര്യങ്ങളെ അനുസരിച്ചിരിക്കും. താൻ ഒറ്റയ്ക്കാണെന്നും തന്നെ സഹായിക്കാൻ ആരുമില്ലെന്നും കൃത്യമായി അറിയാവുന്നവനാണ് കടുവ. അതുകൊണ്ട് ആദ്യം മുതൽ കൊല്ലാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് കടുവ ആക്രമിക്കുക. ശക്തമായ ആക്രമണം തന്നെ നടത്തും. എന്നാൽ സിംഹം അങ്ങനെയല്ല. സംഘമായി ആക്രമണം നടത്തുന്ന ജീവിയായതിനാൽ പ്രഹരങ്ങളെ ഏൽപ്പിച്ചതിനു ശേഷം അടുത്ത ആൾക്ക് ബാറ്റൺ കൈമാറുന്ന സ്വഭാവം സിംഹത്തിന്റെ പ്രത്യേകതയാണ്. സ്വാഭാവികമായും സിംഹം അഗ്രസീവ് അല്ല. എന്നാൽ കടുവയാകട്ടെ അങ്ങേയറ്റം അഗ്രസീവാണ് താനും. കടിയുടെ ശക്തി അഥവാ ബൈറ്റ് ഫോഴ്സ് കണക്കിലെടുത്താൽ സിംഹം കടുവയെ പിന്നിലാക്കുമെന്നാണ് വിവിധ കണക്കുകൾ പറയുന്നത്. എന്നാൽ കടുവയ്ക്കും സിംഹത്തോടൊപ്പം ബൈറ്റ് ഫോഴ്സ് ഉണ്ടെന്നും വാദങ്ങളുണ്ട്.